അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി വസ്വാബി അജ്മൈൻ അമ്മാബാദ്. ഒരു പുതിയ വിവാദം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അമ്മമാരും ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും, അവരുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ, ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മക്കളെയും അതേപോലെ തന്നെ മരുമക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര വിവാദമായി വന്നു. എന്താണ് അതിൽ വിവാദം എന്ന് വെച്ചാൽ, ഈ അടുക്കള ജോലി എന്നുള്ളത് പിന്നെ പെൺകുട്ടികളുടെ മാത്രം ജോലിയാണോ? അപ്പോൾ ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്തേ പറയാതിരുന്നത്? അപ്പോൾ സ്ത്രീകളെ പിന്നെ സ്ത്രീകളെ അവഗണിക്കുകയാണ്, സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് എന്നൊക്കെയാണ് അതിൻ്റെ പിന്നിൽ വന്ന ആക്ഷേപങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചില വിവാദങ്ങളും ചില ചർച്ചകളും ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വീട്ടിലെ അടുക്കള ജോലി ആരുടെ ബാധ്യതയാണ് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം പൊതുവായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ആരുടേത് എന്ന് നിർവചിക്കപ്പെടണം. ഉത്തരവാദിത്തം ആരുടേതാണെന്ന് നിർവചിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുക അപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വീട്ടിലുള്ള ചിലവുകൾ കണ്ടെത്തേണ്ട ബാധ്യത പുരുഷനാണ്. വബിമ അംഫക്കു മിൻ അംവാലിഹിന്നാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന ഖിസ്വത്തുഹുന്ന. അവിടെ ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കേണ്ട ബാധ്യത പിതാവിനാണ്, ഭർത്താവിനാണ്. അപ്പോൾ ഒരു കുടുംബനാഥനാണ് വീട്ടിലേക്കുള്ള ചിലവ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് ബില്ല് കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വക, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? കുടുംബനാഥനായിട്ടുള്ള ഭർത്താവിനാണ്, അല്ലെങ്കിൽ പിതാവിനാണ് ആ ഉത്തരവാദിത്തം. അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അയാളത് കണ്ടെത്താൻ ശ്രമിക്കൂല. അയാൾ ആ ബാധ്യതയ്ക്ക് വേണ്ടി വീട്ടാൻ വേണ്ടി അധികം പരിശ്രമിക്കൂല. അതുകൊണ്ട് അയാൾക്ക് ആ ബാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ അയാൾ എന്ത് വേണം? അയാൾ പുറത്തു പോകേണ്ടി വരും, അല്ലെ? അധ്വാനിക്കാൻ പുറത്തു പോകണ്ടേ? അയാൾ പുറത്തു പോകുമ്പോൾ വീടിൻ്റെ അകത്ത് അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, അയാൾക്ക് വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായും പുറത്തു പോവാതെ വീട്ടിലുണ്ടാവുന്നത് ആരാണ്? ഉമ്മമാരാണ്, ഭാര്യമാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? പാചകത്തിൻ്റെ ജോലികൾ ചെയ്യുന്നു. അത് ഭർത്താവ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടു ജോലികൾ ചെയ്യുന്നതും ഭർത്താവ് കുട്ടികളെ നോക്കുന്നതും എത്രയോ വീടുകളിലെ അനുഭവമാണ്. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? ചില പ്രവാസികളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, അവർക്ക് ഇനി 3 മാസത്തെ ലീവ് ഉണ്ടാവും. അപ്പോൾ അവർ വീട്ടിലെന്ത് ചെയ്യും? ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അങ്ങനെ എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തം ആർക്ക് വേണം? ഭാര്യയ്ക്ക് വേണം. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടായില്ലെങ്കിൽ അവരാരോട് ചോദിക്കേണ്ടത്? ഉമ്മ ചോറ് എവിടെയെന്ന് ഉമ്മനോടാ ചോദിക്കേണ്ടത്. അത് ചോദിക്കാനൊരാൾ വേണം. അത് എന്ത് ചെയ്യണം? അവരാ ബാധ്യത നിർവഹിക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാകുമ്പോൾ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, വീട്ടിലെ ചിലവ് കണ്ടെത്താൻ എന്താ ഭാര്യയ്ക്ക് ചുമതലല്ലേ? അവൾ കുറച്ച് പൈസ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഒരു വീട്ടിലൊരു ചിലവ്, ഒരു 10,000 റുപ്യ ചിലവുണ്ടെങ്കിൽ 5,000 അയാൾ ഉണ്ടാക്കട്ടെ, 5,000 അവൾ ഉണ്ടാക്കട്ടെ എന്നൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അപ്പോൾ അത് അയാളാണ് നിർവഹിച്ച് പോരുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലെ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ വീട്ടിലെ സമ്പാദ്യത്തിൽ ഭാര്യയ്ക്കൊരു പങ്ക് വഹിക്കാൻ പറ്റില്ല എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ജോലികൾ ആരുടേതെന്ന് നിർവചിക്കപ്പെടാതിരുന്നാൽ അത് ചെയ്തോ ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് അവസരങ്ങളും ആ അധികാരങ്ങളും ഇല്ലാതായി പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആളുകൾ എന്താ വെച്ചാൽ, സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണ്ടേ എന്നൊക്കെയാണ് നീതി എന്ന കാര്യത്തിൽ എന്താണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെ ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ശാരീരികമായ അവസ്ഥകളിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന പല ജോലികളും സ്ത്രീക്ക് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ സ്ത്രീ സ്റ്റാഫും ജെൻസായ സ്റ്റാഫും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സ്ത്രീകൾക്ക് നമ്മൾ അതിൻ്റേതായ ഒരു പരിഗണന കൊടുക്കും, ജോലിയിൽ കൊടുക്കും, മറ്റു പല കാര്യങ്ങളും അവർക്ക് പരിഗണന കൊടുക്കും. പുരുഷന്മാർക്ക് അതിൻ്റേതായ ജോലികളും കാര്യങ്ങളും നിർണ്ണയിച്ചു കൊടുക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ, നമ്മുടെ ശാരീരികമായ ഘടനകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും കാണുക. ഇപ്പോൾ നോക്കുന്ന നിങ്ങൾ രാത്രി സെക്യൂരിറ്റി ആയിട്ട് ധാരാളം ആളുകളെ നമ്മൾ കാണും. അപ്പോൾ അതിൽ നമ്മളെന്താ, അപൂർവമായി മാത്രമേ നമ്മൾ രാത്രി സെക്യൂരിറ്റികളിൽ സ്ത്രീകളെ കാണുള്ളൂ. കാരണം ഒരു സ്ത്രീക്ക് സുരക്ഷിതത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരു പുരുഷന് ആ പ്രശ്നങ്ങളില്ല. അപ്പോൾ ആ ജോലി, അപ്പോൾ സെക്യൂരിറ്റി ജോലി ആണുങ്ങളെ മാത്രം ജോലിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥമുള്ളത്?
അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും ആൺ പെൺ എന്ന വ്യത്യാസത്തിനനുസരിച്ചും ജോലികളിൽ വ്യത്യാസമുണ്ടാകാം, ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കി, ചർച്ചകൾ ഉണ്ടാക്കി, നിലവിൽ തുടർന്നു വരുന്ന സമ്പ്രദായങ്ങളെയും കാര്യങ്ങളെയും തകരാറിലാക്കുന്നതിലൂടെ ആർക്കെങ്കിലും വല്ല ലാഭം കിട്ടാനുണ്ടോ? അപ്പം അതുകൊണ്ട് വൽ മർഅത്തു റാഇയത്തും ഫീ ബൈത്തി ദൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ചുമതല സ്ത്രീക്കാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു മസ്ഊലിയത്താണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തിഹി. അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഉത്തരവാദിത്തം അവളുടേതാകുമ്പോൾ അത് നിർവഹിക്കുക. എന്നാൽ റജുൽ റായിൻ, ഒരു പുരുഷനും ഉത്തരവാദിത്തമുള്ള ആളാണ്. അയാളുടെ മക്കളെയും കുട്ടികളെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം, അല്ലെങ്കിൽ അവർ ചോദിക്കപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ആരുടേതെന്ന് നിർവചിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനും അത് ആ ബോധത്തോടെ നിർവഹിക്കപ്പെടാനും അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ന്യായമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാവും.